നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയണ്ടെന്ന് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഒരു ചാനൽ എന്ന നിലയിൽ 2020 പ്രഖ്യാപിച്ച NDA പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് ആരാണെന്ന് ആരെയൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് അത് സമ്മതിച്ചോളാം. ആ ജനങ്ങളോട് നമ്മൾ സമ്മതിക്കും. NDA അവിടെ മത്സരിക്കും. ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു മനു. കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDAയുടെ സ്ഥാനാർത്ഥിയാണ്, 2020 സ്ഥാനാർത്ഥിയാണ്. ആരാണത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങളോട്. ശരി, ശ്രീ മനു പ്രസാദ്, നേരത്തെ കോൾ കട്ടായി എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്? കോൾ കറക്റ്റ് അല്ല, അത് ഇവിടെ നിന്ന് കട്ടായതാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ടേ ഇരുന്നതാണ്. ഞാൻ 2-3 തവണ നിങ്ങളുടെ ആളുകളോട് സംസാരിച്ചതാണ്. അതിന് ഉത്തരം ആരെയൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അറിയണ്ട എന്നുള്ളതാണ് എൻ്റെ മറുപടി. അതിന് കാരണം കേരളത്തിൽ പത്രസമ്മേളനം നടത്തി 2020 പ്രഖ്യാപിച്ച NDA മുന്നണി പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് ആരാണെന്ന് ഇപ്പോഴും കേൾക്കുന്നില്ല. ആര്യ പറയുന്നേ? ഞാനൊന്നും പറയുന്നില്ല, ഞാൻ മനുവിനെ കേൾക്കുകയാണ്. ഹലോ, ഓക്കെ അതായത് അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയണ്ടെന്ന് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഒരു ചാനൽ എന്ന നിലയിൽ 2020 പ്രഖ്യാപിച്ച NDA പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് ആരാണെന്ന് ആരെയൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് അത് സമ്മതിച്ചോളാം. ആ ജനങ്ങളോട് നമ്മൾ സമ്മതിക്കും. NDA അവിടെ മത്സരിക്കും. ആ ചോദ്യം തന്നെ എന്താ ഈ രീതിയിലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്റെ ആ ചോദ്യത്തിന് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ചോദിക്കാൻ വളരെ സിമ്പിൾ ആയ കാര്യം ഉണ്ടായിരുന്നുള്ളൂ മനു. ഇതൊരു ചരിത്ര വിജയം നിങ്ങൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ നേടി. അവിടെ അപ്പം എന്തുകൊണ്ടാണ് BJP ആ സീറ്റ് 2020 വിട്ടുകൊടുത്തതെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ BJP പ്രതിനിധിയായി വന്നു നിൽക്കുന്ന യുവമോർച്ചയുടെ നേതാവായ താങ്കൾക്ക് പോലും തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഞാൻ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നേരിട്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാമെന്നുള്ള ചോദ്യം നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന, ഇവിടെ നിരവധി തവണ പത്രസമ്മേളനം നടത്തിയ, നിങ്ങളുടെ തന്നെ ചാനലിൽ ബൈറ്റ് കൊടുത്ത ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ അത് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. അത് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞാൽ. ഇനി അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് പറയാം. ഞങ്ങൾ ഇത്തവണ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. അത് ജയിക്കില്ല നിങ്ങളെങ്ങനെയാണ് വിലയിരുത്തുക? തൃപ്പൂണിത്തുറയിലെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി NDA മുന്നണി എന്നതിൽ മത്സരിക്കുന്നു. ഞങ്ങൾ അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മുന്നോട്ട് പോകുന്നു. ഈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കൊന്നേ ഞങ്ങളുടെ പെർഫോമൻസ്. റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ വിലയിരുത്തും അത് ജയിക്കാനുള്ളതല്ല എന്ന്? അത് ജയിക്കില്ല എന്നെങ്ങനെ നിങ്ങൾ വിലയിരുത്തുന്നതാണ്? ആ സ്ഥലം ഉൾപ്പെടെ ഇന്ന് ചർച്ചയിലാണ്. ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. BJPയുടെയും NDAയുടെയും പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കണ്ടോ എന്ന്? അത് ഞങ്ങളുടെ വിശ്വാസത്തിനകത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങൾ എന്തിന് ഡീലുണ്ടാക്കണം? CPM-ആയിട്ടും അതുപോലെ തന്നെ കോൺഗ്രസുമായിട്ടും പരസ്യമായി ഇന്ത്യ സഖ്യമായി കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ജമാഅത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും PDP-യും പോലുള്ള ഭീകരവാദ സഖ്യകക്ഷികളോട് ചേർന്ന് ഈ നാടിനെ തകർക്കാൻ ഒരുമിച്ച് നിൽക്കുന്നവർ, ഇവരോട് ഞങ്ങൾ എന്തിന് സഖ്യം ഉണ്ടാക്കണം? ശരി, ഇവിടെ സഖ്യം ഉണ്ടാക്കിയത് പരസ്യമായ ഡീലുള്ളത്. ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ? ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു മനു. കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDAയുടെ സ്ഥാനാർത്ഥിയാണ്, 2020 സ്ഥാനാർത്ഥിയാണ്. ആരാണത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങളോട്. ശരി, ഇതിലൊരു അതും ഞാൻ ഒരു കാര്യം പറയാം. കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്ന് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചേർന്ന് വന്ന ഒരാളാണ്. ശരി, ഞാൻ അതിലൊരു ചോദിക്കാനുള്ള ഒരു കാര്യം നിങ്ങളുടെ തലമുതിർന്ന നേതാവായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ എഴുതിയതാണ്. ആഗ്രഹിച്ചതും പ്രവർത്തനം തുടങ്ങി വെച്ചതും മധ്യ കേരളത്തിന്റെ കാവിക്കോട്ടയായ കൊടുങ്ങല്ലൂരെങ്കിലും. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഉണ്ട് കേട്ടോ മനു. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതീക്ഷിച്ചതാണ്? കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം അവിടെ പണിയെടുത്തതാണ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എനിക്കറിയാം അദ്ദേഹം അവിടെ പണിയെടുത്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സീറ്റ് നിങ്ങളുടെ നിലവിൽ സംസ്ഥാനത്ത് ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് B ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തെ വെട്ടി 2020 ആ സീറ്റ് കൊടുത്തതിന്റെ യുക്തി എന്താണ്? നിങ്ങൾ ഉപയോഗിച്ച വാക്ക് നിങ്ങളുടേതാണ്, അത് പാർട്ടിയുടേതല്ല. അദ്ദേഹം പണിയെടുത്തത് BJP ജയിക്കാനാണ്. ആ BJP ജയിക്കാൻ അദ്ദേഹം ഉൾപ്പെടെയുള്ള
അവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരെടുത്ത പണിയുടെ റിസൾട്ട് നിങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാണും. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നവർ, അതുപോലെ തന്നെ അവർ ഇന്ന് ഡീലായി എന്നും അതോടൊപ്പം തന്നെ CPM-ഉം കോൺഗ്രസും ഒന്നായതിൻ്റെയൊക്കെ കൊണ്ട് NDA മുന്നണിയുടെ ഭാഗമായി ഒരാൾ വരാനും അവിടെ വിജയപ്രതീക്ഷയുണ്ടെന്ന് ഞങ്ങൾക്ക് 100% ബോധ്യമുള്ളത് കൊണ്ടും ഞങ്ങളവിടെ സ്ഥാനാർത്ഥിയാക്കി. നിങ്ങൾ ഇവിടുത്തെ സങ്കുചിതമായ ചിന്താഗതിക്കാരെ പോലെ ഞങ്ങളുടെ പ്രവർത്തകരെ കാണരുത്. ഇടതുപക്ഷത്തോടും കോൺഗ്രസിനോടും കാലാകാലങ്ങളായി ദൂരം പാലിച്ചുകൊണ്ട് അവരുടെ എല്ലാ അക്രമങ്ങളും ഈ നാടിനോട് ചെയ്യുന്ന ചെയ്തികളെയും ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിലേറ്റവും വിന്നബിളായിട്ടുള്ള കാൻഡിഡേറ്റുകൾ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്, വിജയിക്കുകയും ചെയ്യും. വി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ മത്സരിക്കുന്നുണ്ട്. അല്ല, അവിടെ ബി ഗോപാലകൃഷ്ണൻ മത്സരിക്കാൻ ആഗ്രഹം കൊടുങ്ങല്ലൂരായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞതാണ്. ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതും എന്നുള്ള ആ 2 വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിന് താല്പര്യം കൊടുങ്ങല്ലൂർ മത്സരിക്കാനായിരുന്നു. അവിടെ അദ്ദേഹത്തിന് വിജയ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. മനു, ഞാൻ പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ആ വരികൾ കിടപ്പുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ സീറ്റ് 2020 കൊടുത്തു എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം ഇപ്പോഴും NDA-യുടെ BJP-യുടെ സ്ഥാനാർത്ഥിയാണെന്ന്, കാൻഡിഡേറ്റ് ആണ്. ശരി, അങ്ങനെ അവിടെ അതും ഞാൻ മനു പറയും. ശരി, ഇത് നിങ്ങൾക്കൊരു നിർണായക തെരഞ്ഞെടുപ്പാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. AN രാധാകൃഷ്ണൻ, സുരേഷ്, MT രമേശ് ഇവർക്കൊന്നും എന്താണ് ഇത്തവണ ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഇല്ലാതെ പോയത്? അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഘടകകക്ഷി എന്ന നിലയിൽ ഞങ്ങളൊരു NDA എന്ന നിലയിൽ വിപുലീകരിക്കുകയും ധാരാളം ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും എല്ലാവരും ഈ പറയുന്ന AN രാധാകൃഷ്ണേട്ടൻ, അതുപോലെ തന്നെ MT രമേശ്, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർജി, അങ്ങനെ നിരവധി ആളുകൾ ഒരുമിച്ചിരുന്ന് എല്ലാ ഘടകങ്ങളും ആലോചിച്ച് കേന്ദ്ര നേതൃത്വമൊക്കെ തീരുമാനിച്ച് ഒരു സ്ഥാനാർത്ഥി പട്ടിക മുന്നോട്ട് വെച്ചു. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ വല്ലാതെ ആശങ്കയുള്ളവർ, ഇന്ന് NDA ഉണ്ടാക്കുന്ന വലിയ മുന്നേറ്റത്തെ ഭയപ്പെട്ടിരിക്കുന്നവർ, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന വലിയ സ്വീകാര്യതയെ ഭയപ്പെടുന്നവർ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാമെന്നുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യങ്ങൾ പോലും ഉതിർന്നു വരുന്നത്. ഇതിലൊന്നും ഒരു പ്രസക്തിയും ധാരണയും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും. ഞങ്ങളൊരു എണ്ണയിട്ട യന്ത്രം പോലെ MT രമേശ് പ്രവർത്തിക്കുന്നുണ്ട്, AN രാധാകൃഷ്ണൻ പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനമാണിതെല്ലാം. ഇത് വിഭിന്നമായി എടുത്ത തീരുമാനമല്ല. അത് നിങ്ങളോടെല്ലാം ഞങ്ങൾ പറയണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഞങ്ങൾക്ക് ജയിക്കണം, ഇത്തവണ ഭരിക്കേണ്ടതാണ് കേരളം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. കാലാകാലങ്ങളായി കേരളത്തെ നശിപ്പിച്ച അഴിമതി കാണിച്ചവരെ ഈ കേരളത്തിന്റെ മണ്ണിൽ പുറത്തു സിറ്റിംഗ് MLA-മാരൊന്നുമില്ല മത്സരിപ്പിക്കാൻ മനു. അപ്പോൾ 140 മണ്ഡലങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ TP സിന്ധുമോൾ ആണെങ്കിലും ശരി, MT രമേശ് എത്രയോ കാലമായി നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ്, അദ്ദേഹത്തെ പരിഗണിച്ചില്ല. AN രാധാകൃഷ്ണനെ പരിഗണിച്ചില്ല, S സുരേഷിനെ പരിഗണിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, 140 മണ്ഡലങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും നിങ്ങൾ ഇത്രയും അറിയുന്ന കേരളത്തിലെ പരിചിതമായ മുഖങ്ങൾക്ക് സീറ്റ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് BJP-ക്ക് കഴിയാതെ പോയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ അതിന് മറുപടി പറഞ്ഞല്ലോ. BJP-യുടെ സീറ്റ് എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ള മുതിർന്ന ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ് അങ്ങ് എന്നോട് പറയുക. ഈ പറയുന്ന നേതാക്കളും കേന്ദ്ര നേതൃത്വവും BJP ND സഖ്യവും ഒരുമിച്ചിരുന്ന് ഇത്തവണ കേരളത്തിൽ ഭരണത്തിൽ വരാനുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകി കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തി ഈ കേരളത്തിനെ ഇല്ലാതാക്കുകയും വികസന മുരടിപ്പിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം കേരളത്തിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന PM ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ജയിക്കുന്നത് എങ്ങനെയെന്നുള്ള തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും NDA എന്ന സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും മത്സരിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ നിങ്ങൾ പറയുന്ന എല്ലാ പ്രവർത്തകരും ഇതിന്റെ പേരിൽ പരിശ്രമിക്കുകയും വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആശങ്കയാകുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രശ്നമായി മാറുന്നത്? ഞങ്ങളുടെ മുന്നോട്ട് പോകുന്ന മുന്നേറ്റത്തെ നിങ്ങൾക്ക് ഇത് വെച്ച് തടയാൻ പറ്റുമെന്ന് പരിശ്രമിക്കുകയാണ്. നടക്കില്ല. മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മനു തന്നെ പറയുന്നു നിങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷയുണ്ട്. വലിയ വിജയപ്രതീക്ഷയുള്ളപ്പോൾ ഈ പറഞ്ഞ പേരുകളൊക്കെ കേരളത്തിന് പരിചിതമായ BJP മുഖങ്ങളാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്, ഞാൻ പേര് പറയുന്നില്ല, ഞാൻ വേണമെങ്കിൽ പേര് പറഞ്ഞു തരാം, അഞ്ജലി നായരാണ്. അപ്പം അതുപോലെയുള്ള ആളുകൾ അവരെ മത്സരിപ്പിച്ചുള്ള ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം. എന്നാലും MT രമേശിനെ പോലെയുള്ള നേതാക്കൾക്ക് എന്തുകൊണ്ട് സീറ്റ് ഇല്ല എന്നുള്ളൊരു ചോദ്യം ഇല്ലേ മനു അവിടെ? അല്ല, ഞാൻ ചോദിക്കുന്നത് ആര്യ, BJP-യുടെ
നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും ഒരുമിച്ചെടുത്ത് ആർക്ക് എവിടെ മത്സരിക്കണമെന്ന് ഒരു പാർട്ടി എന്ന നിലയിൽ BJP തീരുമാനിച്ചിട്ടുണ്ട്. ശരി. ഈ പ്രവർത്തകർ ഞങ്ങളുടെ പ്രവർത്തകർ അതിനുവേണ്ടി അഹോരാത്രം ശരി, പണിയെടുക്കുന്നുണ്ട്. BJP യുടെ തീരുമാനമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരു കൂട്ടുവരെയും മാറ്റിവെക്കണം. ഇത്തവണ ഇരു കൂട്ടരെ ഒഴിവാക്കിയേ പറ്റൂ. കേരളത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയായി പ്രവർത്തിക്കുന്ന ശരി. ഇന്ത്യ മുന്നണിയെ മാറ്റി നിർത്തുക എന്നുള്ളത് ഓക്കെ